ചിലപ്പോഴൊക്കെ ഇവർ CPM ആയിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്നു. ഇപ്പൊ ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പ് നടന്നത് ഓർമ്മയില്ലേ? രാമേന്ദ്രൻ നായർ ഭരിച്ചിട്ട് സജി ചെറിയാൻ ആദ്യമായിട്ട് ജയിച്ചു. ആ ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പോപ്പുലർ ഫ്രണ്ടുകാരൻ ഇവര് നമ്മുടെ SDPIക്കാർ വ്യാപകമായിട്ട് സജി ചെറിയാന് വേണ്ടിയാണ് പ്രവർത്തിച്ചത്. ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പേരാവൂർ മണ്ഡലത്തിൽ SDPIക്കാർ എല്ലാവരും തന്നെ CPM സ്ഥാനാർത്ഥിക്ക് വേണ്ടിയാണ് പ്രവർത്തിച്ചത്. സക്കീർ ഹുസൈൻ എന്ന് പറയും, നമ്മുടെ സണ്ണി ജോസഫിനെതിരായിട്ട്. എന്നിട്ട് സണ്ണി ജോസഫ് ഏതാണ്ട് ചെറിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. അപ്പം ഇങ്ങനെയൊക്കെ ഇവർ ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഈ ആലപ്പുഴയിൽ വലിയ ഇരട്ടക്കൊലപാതകമൊക്കെ ഉണ്ടല്ലോ. ഒരു അഭിഭാഷകനെ വീട്ടിൽ കയറി കൊന്നു, അതിന് SDPIയുടെ ഒരാളെ തലേദിവസം കൊന്നു, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ടായപ്പോൾ അവർക്ക് സർവ്വവിധ പിന്തുണയും കൊടുത്ത് രണ്ടുപേരാണ്. ഒന്ന് നമ്മുടെ ആരിഫ്, അതുപോലെ തന്നെ MLA മാരായ ചിത്തരഞ്ജൻ, അതുപോലെ സലാം, ഇവരൊക്കെയാണ് പോപ്പുലർ ഫ്രണ്ടുകാർക്ക് സഹായം ചെയ്തു കൊടുത്തത്. അത് കഴിഞ്ഞ് അവർക്ക് പ്രകടനത്തിന് അനുവാദം കൊടുത്തു. സാധാരണയിൽ അങ്ങനെ ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഫ്രീഡം പരേഡൊക്കെ എത്രയോ കൊല്ലമായിട്ട് നിരോധിച്ചേക്കായിരുന്നു. അതെ, ഉമ്മൻചാണ്ടിയുടെ സമയത്ത് നിരോധിച്ചു, അത് പിന്നീട് VSന്റെ സമയത്ത് നിരോധിച്ചു, അത് പിണറായിയുടെ കാലത്തും അതങ്ങനെ നിരോധനം നിലനിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഇവർ ആലപ്പുഴയിൽ വലിയൊരു പ്രകടനം നടത്തി. അതിന് അനുവാദം കൊടുത്തു തന്നെ ഈ CPMന്റെ ഈ നേതാക്കന്മാരുടെയൊക്കെ സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ടാണ്. അരിയും മരരും വാങ്ങിച്ചെന്നുള്ള മുദ്രാവാക്യമൊക്കെ ഓർക്കുന്നത്. അതെ 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 അതൊക്കെ കഴിഞ്ഞ് അധികം വൈകാതെ പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചു, നേതാക്കന്മാരൊക്കെ ജയിലിൽ പോയി. അപ്പോൾ ഇവർ ഒന്ന് പത്തി ഒതുക്കി നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് തെരഞ്ഞെടുപ്പ് വരുന്നത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മഞ്ചേശ്വരത്തെക്കുറിച്ച് തർക്കം ഉണ്ടാകുന്നു. മഞ്ചേശ്വരത്തിൻ്റെ ഒരു പ്രത്യേകത, ഈ അത്യുത്തര കേരളത്തിൽ മുസ്ലിം ലീഗുകാരും SDPIക്കാരും തമ്മിൽ പ്രാദേശികമായിട്ട് പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ട് അവർ സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്താൻ ഉദ്ദേശിച്ചു. അത് മതേതരത്വത്തിന് വലിയ വെല്ലുവിളിയാവും എന്ന് ഇവിടെ മാധ്യമങ്ങൾ പറഞ്ഞു. ലീഗുകാർ ഇടപെട്ടു. കുഞ്ഞാലിക്കുട്ടി തന്നെ നേരിട്ട് വിളിച്ചു. അങ്ങനെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചു. പക്ഷേ അഭിപ്രായ വ്യത്യാസം തീരുന്നില്ല. അവർ സ്വന്തം സ്ഥാനാർത്ഥികളില്ലാത്ത സ്ഥലത്ത് LDFന് പിന്തുണ കൊടുക്കും എന്നൊരു കിംവദന്തി പടർന്നു. അത് ഇന്നേ ദിവസം വരെ സ്ഥിരീകരിച്ചിട്ടില്ല. എങ്കിൽ പോലും അതിനാണ് സാധ്യത. അപ്പം ഇങ്ങനൊരു സാഹചര്യത്തിലാണ് ഇത് വീണ്ടും ചർച്ചാ വിഷയമായതും. ഈ ഇടതുപക്ഷ പാർട്ടി SDPIക്ക് ആരെ വേണമെങ്കിൽ പിന്തുണയ്ക്കാതിരിക്കുകയോ ചെയ്യാം, അത് അവരുടെ ഇഷ്ടമാണ്. പക്ഷെ അങ്ങനെയുള്ള ഈ തീവ്രവാദ സ്വഭാവമുള്ളൊരു പാർട്ടിയുടെ പിന്തുണ സ്വീകരിക്കുന്നത് ഇടതുപക്ഷത്തിൻ്റെ ധാർമ്മികതയ്ക്ക് നിരക്കുന്നതാണോ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. അതെ, അപ്പോൾ അത് സ്വീകരിക്കുന്നതിന് ഒരു തെറ്റുമില്ല എന്നാണ് ഓരോരുത്തരായിട്ട്. ആദ്യം MA ബേബി അത് പാടില്ല എന്ന് പറഞ്ഞാണ്, ബിനോയ് വിശ്വവും അത് പറ്റില്ല എന്ന് പറഞ്ഞത്. രണ്ടാം ദിവസമായപ്പോഴത്തേക്ക് ഇവർക്ക് രണ്ടുപേർക്ക് വിവേകം ഉദിച്ചു. പിണറായി വിജയൻ്റെ അഭിപ്രായം തന്നെ ഇവർ ആവർത്തിച്ചു. അവർ പറയുന്നത് ഇപ്പോൾ ഒരാൾ നന്നാവാൻ തീരുമാനിച്ചാൽ നമുക്ക് തടയാൻ പറ്റും എന്നുള്ളത്. അതെ 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 അത് LDFുമായിട്ട് ചേരുന്നതോടെ അവർ ഇതുവരെയുള്ള എല്ലാ പാപങ്ങളും ലാപ്സായി. അതൊരു സഖാവ് അഭിമന്യുവിനെ CPMകാരുടെ സ്വർഗത്തിൽ നിന്ന് നരകത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. കാരണം വർഗീയത തൊലഞ്ഞു കഴിഞ്ഞല്ലോ. അതെ അതെ, ആ അഭിമന്യുവിനെ അവരെല്ലാം മറന്നു എന്ന് തോന്നുന്നു അല്ലേ സർ? അഭിമന്യു മാത്രമൊന്നുമല്ല നീക്കി, എത്രയോ പേർ, ഞാൻ പറഞ്ഞില്ല, ഈന്തുള്ളത്തിൽ ബിനു എന്ന് പറഞ്ഞ നാദാപുരത്തെ ഒരു CPMകാരനടക്കം എത്രയോ CPMകാരെ വെട്ടിക്കൊന്ന പാർട്ടിയാണ്. ഇവിടെ അധ്യാപകൻ്റെ കൈവെട്ടിയ സംഭവം ഓർത്തില്ല. അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് അക്രമങ്ങൾ ചെയ്തിട്ടുള്ളവരാണ്. അതിലെ എത്രയോ പേര് പിടികിട്ടാപ്പുള്ളികളായിട്ട് ഉണ്ട്. ഇന്ത്യ രാജ്യത്ത് താമസിച്ച് ഇവിടുത്തെ സർവ്വ ആനുകൂല്യങ്ങളും കൈപ്പറ്റിക്കൊണ്ട് ഈ രാജ്യത്തിന് തുരങ്കം വയ്ക്കുന്ന ആളുകളാണ് പാകിസ്ഥാൻ ചിന്താധികാരുടെ SDPIക്കാർ. ഇത് MA ബേബിക്ക് അറിയാത്തതല്ല, ഗോവിന്ദൻ മാഷിന് അറിയാത്തതല്ല, പിണറായി വിജയൻ അറിയാത്തതല്ല, ആർക്കും അറിയാത്തതല്ല. എല്ലാവർക്കും അറിയാം എന്താണ് NDF, എന്താണ് പോപ്പുലർ ഫ്രണ്ട്, എന്താണ് SDPI, എന്താണ് ഇവരുടെ അടിസ്ഥാന തത്വം. എല്ലാവർക്കും അറിയാം. അതറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു പരീക്ഷണത്തിന് മുതിരുകയാണ്. അതാണ് അതിൽ തമാശയായിട്ട് എനിക്ക് തോന്നി.